നമ്മളിന്ന് ഹിസ്റ്ററിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്കാണ് പോകുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഫ്രഞ്ച് റെവല്യൂഷനാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഫ്രഞ്ച് റെവല്യൂഷന്റെ നാൾവഴികൾ ഓരോന്നായിട്ട് നമ്മൾ ചെക്ക് ചെയ്തതാണ്. ഫ്രഞ്ച് റെവല്യൂഷനിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ഡേറ്റുകളാണ് ഈ എഴുതിയിരിക്കുന്നത്. 14th July 1789, August 1789, October 1789, September 1792. അപ്പൊ ഏതൊക്കെ ഡേറ്റുകളാണ്? ജൂലൈ 14th 1789, ഓഗസ്റ്റ് 1789, ഒക്ടോബർ 1789, സെപ്റ്റംബർ 1792. ഇത്രയും പ്രധാനപ്പെട്ട ഡേറ്റുകളാണ് ഫ്രഞ്ച് റെവല്യൂഷനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഡേറ്റും ഇയറുമാണ്. അപ്പൊ എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫ്രഞ്ച് റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത് ജൂലൈ 14th 1789 ഫ്രഞ്ച് റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഓഗസ്റ്റ് 1789 പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് ഓഫ് ദ സിറ്റിസൺസ്. ഒക്ടോബർ 1789 പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിമൺ കണ്ടക്ടഡ് എ മാർച്ച് ഫ്രം പാരീസ് ടു വേഴ്സൈസ് റൈസിംഗ് ദ സ്ലോഗൻ ഗിവ് us ബ്രെഡ്. ഞങ്ങൾക്ക് അപ്പം വേണം എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകൾ പാരീസിൽ നിന്നും വേഴ്സൈസിലേക്ക് നടത്തിയ മാർച്ചാണ് ഒക്ടോബർ 1789 പ്രത്യേകത എന്ന് പറയുന്നത്. നെക്സ്റ്റ് ദ ഫൈനൽ ഇയർ 1792, സെപ്റ്റംബർ 1792. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദാറ്റ് ഡേറ്റ്? ആ ഒരു ഡേറ്റിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു ഡേറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദ നാഷണൽ കൺവെൻഷൻ ഡിക്ലെയർഡ് ഫ്രാൻസ് ആസ് എ റിപ്പബ്ലിക്. നാഷണൽ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക് ആയിട്ട് ഡിക്ലെയർ ചെയ്തു. അപ്പൊ ഇത്രയാണ് അതിന്റെ നാൾ വഴികൾ. ഏതൊക്കെയാണ്? ജൂലൈ 1789, ഓഗസ്റ്റ് 1789, ഒക്ടോബർ 1789, സെപ്റ്റംബർ 1789. ജൂലൈ 14th 1789 പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ്? ഫ്രഞ്ച് റെവല്യൂഷൻ സ്റ്റാർട്ടഡ്. ഓഗസ്റ്റ് 1789 പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ്? ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് ഓഫ് ദ സിറ്റിസൺസ്, അല്ലയോ? അതായത് പൗരാവകാശവും മനുഷ്യാവകാശവും ഡിക്ലെയർ ചെയ്തു എന്നുള്ളതാണ് അതിന്റെ പ്രഖ്യാപനം എന്നുള്ളതാണ്. ഇനി അടുത്തത് പറയുന്നത് എന്താണ്? ഒക്ടോബർ 1789 എന്താണ് പ്രത്യേകത? വിമൺ കണ്ടക്ടഡ് എ മാർച്ച് ഫ്രം പാരീസ് ടു വേഴ്സൈസ്. പാരീസിൽ നിന്ന് വേഴ്സൈസിലേക്ക് സ്ത്രീകൾ ഒരു വലിയ മാർച്ച് നടത്തി. ആ മാർച്ചിലെ സ്ലോഗൻ, മുദ്രാവാക്യം എന്ന് പറഞ്ഞ ഇതായിരുന്നു, ഗിവ് us ബ്രെഡ്. ഞങ്ങൾക്ക് എന്താണ്? ഭക്ഷണം തരണം, അപ്പം തരണം എന്നുള്ളതായിരുന്നു അവരുടെ മുദ്രാവാക്യം, അല്ലെ? അങ്ങനെ 1792 ആരംഭിച്ച ഫ്രഞ്ച് റെവല്യൂഷൻ 1792 അവസാനിക്കുകയാണ്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ദ നാഷണൽ കൺവെൻഷൻ ഡിക്ലെയർഡ് ഫ്രാൻസ് ആസ് എ റിപ്പബ്ലിക്. നാഷണൽ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നു. ഇതെല്ലാം നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞതാണ്. ഒന്നുകൂടെ നിങ്ങളെ ഒന്ന് റിമൈൻഡ് ചെയ്യിപ്പിച്ചതാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സ്റ്റഡി ദ ഇംപാക്ട് ഓഫ് ഫ്രഞ്ച് റെവല്യൂഷൻ. ഫ്രഞ്ച് റെവല്യൂഷന്റെ ഇമ്പാക്ട് എന്താണെന്നുള്ളതാണ്. അതായത് ലോകത്ത് ഫ്രഞ്ച് റെവല്യൂഷൻ ഉണ്ടാക്കിയ മാറ്റം അല്ലെങ്കിൽ സ്വാധീനം. അപ്പൊ എന്താണ് ഫ്രഞ്ച് റെവല്യൂഷന്റെ ഇമ്പാക്ട് എന്ന് പറയുന്നത്? 1 by 1 ആയിട്ട് അതിന്റെ പോയിന്റ്സ് എഴുതിയിട്ടുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, നോക്കിയേ. ഫസ്റ്റ് വൺ, ഇൻ ദ ഫ്യൂഡൽ സിസ്റ്റം ഇൻ യൂറോപ്പ്. യൂറോപ്പിൽ ഒരു കാലത്ത് ഫ്യൂഡൽ സിസ്റ്റം ആയിരുന്നു നിലനിന്നത്. നാടുവാഴി ഭരണം, അല്ലെ? അടിയൻ കുടിയൻ വ്യവസ്ഥ. അപ്പൊ അങ്ങനെ യൂറോപ്പിൽ നിലനിന്നിരുന്ന എന്താണ് ഫ്യൂഡൽ സിസ്റ്റത്തിന് അവസാനം കുറിച്ചു എന്നുള്ളതായിരുന്നു ഫ്രഞ്ച് റെവല്യൂഷന്റെ ഒന്നാമത്തെ റിസൾട്ട് എന്ന് പറയുന്നത്. ഇമ്പാക്ട് ഓഫ് ഫ്രഞ്ച് റെവല്യൂഷൻ ഒന്നാമത്തെ ഇൻ ദ ഫ്യൂഡൽ സിസ്റ്റം ഇൻ യൂറോപ്പ്. യൂറോപ്പിൽ ആകമാനമുള്ള ഫ്യൂഡൽ സിസ്റ്റത്തിന് അവസാനം കുറിച്ചു. നെക്സ്റ്റ്, ലെഡ് ടു ദ എമർജൻസ് ഓഫ് നാഷണലിസം. ദേശീയത എന്നുള്ള ആശയത്തിലേക്ക് നയിച്ചു ഫ്രഞ്ച് റെവല്യൂഷൻ. അപ്പൊ ഫസ്റ്റ് വൺ എന്താണ്? ഇൻ ദ ഫ്യൂഡൽ സിസ്റ്റം. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എമർജൻസ് ഓഫ് നാഷണലിസം, അതായത് ദേശീയത എന്ന വികാരം രൂപപ്പെട്ടു, അല്ലെ? ബ്രോഡ് ദ കോൺസെപ്റ്റ് ഓഫ് പീപ്പിൾ സോവർണിറ്റി. അടുത്തത് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, പീപ്പിൾ സോവർണിറ്റി. അതായത് ജനങ്ങളാണ് പരമാധികാരികൾ. രാജാക്കന്മാരോ പ്രഭുക്കന്മാരോ
സ്വേച്ഛാധിപതികളോ ആയിരുന്നില്ല എന്താണ് ഞങ്ങളെ ഭരിക്കേണ്ടത്. ആരാണ് ഞങ്ങളെ ഭരിക്കേണ്ടത്? ഡെമോക്രാറ്റിക് സിസ്റ്റമാണ്. അതായത് ജനങ്ങൾ തന്നെ ജനങ്ങളുടെ പ്രതിനിധികളെ തെരഞ്ഞെടുത്ത് ഭരിക്കുന്ന ഒരു സിസ്റ്റം അല്ലെ. അപ്പൊ അങ്ങനെ അവിടെ ആ ഒരു സിസ്റ്റത്തിലാണ് എന്തുണ്ടാവുന്നത്? പീപ്പിൾ എന്തായിട്ട് മാറുന്നത്? സോവറിനായി മാറുന്നത്. പീപ്പിൾസ് സോവറിറ്റി, ജനങ്ങളുടെ പരമാധികാരം. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് എൻഡ് ദ ഫ്യൂഡൽ സിസ്റ്റം. രണ്ടാമത്തെ പോയിന്റ് എന്തായിരുന്നു പറഞ്ഞിരിക്കുന്നത്? എമർജൻസ് ഓഫ് നാഷണലിസം. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? പീപ്പിൾസ് സോവറിറ്റി, ജനങ്ങളുടെ പരമാധികാരം അല്ലെ. അടുത്ത പോയിന്റ് ബ്രോട്ട് ദ കോൺസെപ്റ്റ് ദാറ്റ് നേഷൻ ഈസ് ദ പീപ്പിൾ നോട്ട് മിയർലി റീജിയൻ. ഇനി വേറൊരു കോൺസെപ്റ്റ്, വേറൊരു ആശയം, കാഴ്ചപ്പാട് കൊണ്ടുവന്നു. അപ്പൊ ഒരു നേഷൻ, രാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും ഈസ് ദ പീപ്പിൾ, ജനങ്ങളാണ്. നോട്ട് മിയർലി ദ റീജിയൻ. സാധാരണയായിട്ട് ഒരു ടെറിട്ടറി, ഒരു ഭൂപ്രദേശത്തെ നോക്കിയാണ് നമ്മുടെ രാജ്യം എന്നുള്ള കോൺസെപ്റ്റ് നമുക്കുള്ളത്. അതല്ല, ശരിക്കും അവിടെ ജനങ്ങളാണ് ആ രാജ്യം എന്നുള്ള കോൺസെപ്റ്റ് ഫ്രഞ്ച് റെവല്യൂഷൻ കൊണ്ടു അല്ലെ. നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻസ്പയർഡ് ദ ലേറ്റർ റെവല്യൂഷൻസ് ഇൻ ദ വേൾഡ്. ഫ്രഞ്ച് റെവല്യൂഷന് ശേഷം ബാക്കി ലോകത്ത് നടന്ന എല്ലാ റെവല്യൂഷനും ഒരു പ്രചോദനമായിരുന്നു ശരിക്കും എന്തെന്ന് പറയുന്നത്? ഫ്രഞ്ച് റെവല്യൂഷൻ. അപ്പൊ ബാക്കിയുള്ള പല സ്ഥലങ്ങളിലും പല ലോകത്ത് നടന്ന മറ്റ് എല്ലാ വിപ്ലവങ്ങൾക്കും ഒരു പ്രചോദനം. റഷ്യൻ വിപ്ലവം ഉണ്ടായി, ഫ്രീഡം സ്ട്രഗിൾസ് ഉണ്ടായി, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ഫ്രീഡം സ്ട്രഗിൾസ് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പല രാജ്യങ്ങൾ, ലോകത്താകമാനമുള്ള പല വിപ്ലവങ്ങൾക്കും അല്ലെ സ്വാധീന ഘടകമായിരുന്നു എന്ന് പറയുന്നത് ഫ്രഞ്ച് റെവല്യൂഷൻ അല്ലെ. ഫ്രഞ്ച് റെവല്യൂഷൻ ഇൻഫ്ലുവൻസ്ഡ് ദ ലേറ്റർ റെവല്യൂഷൻസ് ഇൻ ദ വേൾഡ്. അപ്പം പിന്നീട് നടന്ന എല്ലാ ലോക വിപ്ലവങ്ങൾക്കും ഒരു പ്രചോദന ഘടകമായിരുന്നു ഫ്രഞ്ച് റെവല്യൂഷൻ എന്ന് പറയുന്നത്. Threaten the autocratic rulers, help the growth of middle class. Threaten the autocratic rules. അതായത് സ്വേച്ഛാധിപരമായിട്ടുള്ള ഭരണത്തിന് എപ്പോഴും ഒരു ഭീഷണിയായിട്ട് മാറി ഫ്രഞ്ച് റെവല്യൂഷൻ. അടുത്തത് ദ ഗ്രോത്ത് ഓഫ് മിഡിൽ ക്ലാസ് അല്ലേ. ഹെൽപ്പ് ദ ഗ്രോത്ത് ഓഫ് മിഡിൽ ക്ലാസ്. അതായത് എന്താണ്? മധ്യവർഗത്തിന്റെ വളർച്ചയ്ക്ക് കാരണമായി. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ്, ഇത്രയും കാര്യങ്ങളാണ് ഫ്രഞ്ച് റെവല്യൂഷനിലൂടെ ഉണ്ടായത്. എന്തൊക്കെയാണെന്ന് ഒന്നുകൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. ഒന്നാമത്തെ എന്താണ്? എന്ത് ഫ്യൂഡൽ സിസ്റ്റം, ഫ്യൂഡൽ സിസ്റ്റത്തിന് അവസാനം കുറിച്ചു. രണ്ടാമത്തെ എന്താണ്? എമർജൻസ് ഓഫ് നാഷണലിസം അല്ലെ. അതായത് ദേശീയത എന്നുള്ള ആശയം രൂപപ്പെട്ടു അല്ലയോ, അതിന്റെ ആവിർഭാവം ഉണ്ടായി. മൂന്നാമത്തെ എന്ന് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? പീപ്പിൾസ് സോവറിറ്റി, ജനങ്ങളുടെ പരമാധികാരം അല്ലയോ. അടുത്തെന്ന് പറഞ്ഞ പുതിയൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നു. എന്താണ്? നേഷൻ ഈസ് ദ പീപ്പിൾ നോട്ട് മിയർലി ദ റീജിയൻ അല്ലയോ. നേഷൻ എന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങളാണ്, നോട്ട് ദ ടെറിട്ടറി, അവിടുത്തെ ടെറിട്ടറി അല്ല എന്ന് പറഞ്ഞു അല്ലെ. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ബ്രോട്ട് ദ ഇൻസ്പയർഡ് ദ ലേറ്റർ റെവല്യൂഷൻസ് ഇൻ ദ വേൾഡ് അല്ലയോ. പിന്നീടുള്ള ലോകത്തെ എല്ലാ വിപ്ലവങ്ങൾക്കും സ്വാധീനമായി അല്ലയോ, പ്രചോദനമായി. പിന്നീട് ലോകത്ത് നടന്ന എല്ലാ വിപ്ലവങ്ങൾക്കും പ്രചോദനമായിട്ട് മാറി ഫ്രഞ്ച് റെവല്യൂഷൻ അല്ലെ. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? threaten the autocratic rules. അതായത് എന്താണ്? സ്വേച്ഛാധിപരമായിട്ടുള്ള ഭരണത്തിന് ഒരു വലിയ ഭീഷണിയായിട്ട് മാറി ഫ്രഞ്ച് റെവല്യൂഷൻ. ഹെൽപ്പ് ദ ഗ്രോത്ത് ഓഫ് മിഡിൽ ക്ലാസ്, മധ്യവർഗത്തിന്റെ വളർച്ചയ്ക്ക് സഹായകരമായി. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് എന്തിനകത്ത് ഓർത്തിരിക്കേണ്ടത്? ഇമ്പാക്ട് ഓഫ് ഫ്രഞ്ച് റെവല്യൂഷൻ, ഫ്രഞ്ച് റെവല്യൂഷന്റെ ഇമ്പാക്ട്. വൺ ബൈ വൺ ആയിട്ട് നമ്മൾ ഓർക്കുക. എൻ ദ ഫ്യൂഡൽ സിസ്റ്റം. രണ്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? എമർജൻസ് ഓഫ് നാഷണലിസം. മൂന്ന് എന്താണ്? പീപ്പിൾസ് സോവറിറ്റി. നാല് ദ കോൺസെപ്റ്റ് ദാറ്റ് നേഷൻ ഈസ് ദ പീപ്പിൾ നോട്ട് ദ റീജിയൻ അല്ലേ. നെക്സ്റ്റ് ഇൻസ്പയർഡ് ദ ലേറ്റർ റെവല്യൂഷൻസ് ഇൻ ദ വേൾഡ് അല്ലയോ. നെക്സ്റ്റ് threaten the autocratic rules. Final one, help the growth of middle class, മിഡിൽ ക്ലാസിന്റെ വളർച്ചയ്ക്ക് കാരണമായി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇമ്പാക്ട് ഓഫ് ഫ്രഞ്ച് റെവല്യൂഷൻ ഓർത്തിരിക്കുക. ഫ്രഞ്ച് റെവല്യൂഷന്റെ ഒരു പ്രധാനപ്പെട്ട സ്ലോഗൻ ഉണ്ടായിരുന്നു. എന്താണ് ആ സ്ലോഗൻ എന്ന് പറയുന്നത്? പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം. പിന്നീട് നമ്മുടെ ഭരണഘടനയുടെ പ്രിയമ്പിൾ, ആമുഖത്തിൽ ഉൾക്കൊള്ളിച്ച ഒരു 3 പദങ്ങളുണ്ട്. വളരെ ഫേമസ് ആയിട്ടുള്ള, ലോക പ്രശസ്തമായിട്ടുള്ള ഒരു 3 പദങ്ങൾ. എന്തൊക്കെയാണത്? ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി അല്ലയോ. ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി. അതായത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. അപ്പം എന്താണ്? ലോകത്താകമാനം എന്താണ്? വളരെയധികം പ്രചോദനം നൽകിയ ഒരു 3 പദങ്ങൾ ശരിക്കും ഫ്രഞ്ച് റെവല്യൂഷന്റെ സംഭാവനയായിരുന്നു. ഏതൊക്കെയാണത്? എപ്പോഴും നമ്മൾ ഓർത്തിരിക്കുന്ന, നമ്മുടെ ഭരണഘടനയുടെ പ്രിയമ്പിൾ, ആമുഖത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന, കടം കൊണ്ടിരിക്കുന്ന, ഫ്രഞ്ച് റെവല്യൂഷനിൽ നിന്നും അല്ലെങ്കിൽ ഫ്രാൻസിൽ നിന്നും നമ്മൾ കടം കൊണ്ടിരിക്കുന്ന 3 പദങ്ങൾ ഏതൊക്കെയായിരുന്നു? ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി. അതായത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം.
ഈ സ്ലോഗൻ ഉയർത്തപ്പെട്ടതും 1789 അതിലൂടെയാണ് ഫ്രഞ്ച് റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. 1789, ജൂലൈ 1789, ഓഗസ്റ്റ് 1789, ഒക്ടോബർ 1789, സെപ്റ്റംബർ 1792. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന രണ്ട് ടോപ്പിക്കുകളാണുള്ളത്. ഒന്ന് ഇമ്പാക്ട് ഓഫ് ഫ്രഞ്ച് റെവല്യൂഷൻ, രണ്ട് നെപ്പോളിയൻ ബോണപ്പാർട്ട് ആൻഡ് ദ റിഫോംസ് ഓഫ് നെപ്പോളിയൻ ബോണപ്പാർട്ട് ഇൻ ഫ്രാൻസ്. അതായത് നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ കുറിച്ചും നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ ഫ്രാൻസിൽ നടത്തിയ പരിഷ്കാരങ്ങളെ കുറിച്ചും ഫ്രഞ്ച് റെവല്യൂഷന്റെ സ്വാധീനത്തെ കുറിച്ചും ഇത്രയാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യേണ്ട പോയിന്റ്സ്. അപ്പൊ ആദ്യത്തെ പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് രണ്ട് പോയിന്റ് എന്ന് പറയുന്നത് നെപ്പോളിയൻ ബോണപ്പാർട്ട് ആരായിരുന്നു എന്നുള്ളതും എന്താണ് അദ്ദേഹത്തിന്റെ റിഫോംസ്, അദ്ദേഹത്തിന്റെ പരിഷ്കാരങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് നെപ്പോളിയൻ ബോണപ്പാർട്ട് ആരായിരുന്നു നോക്കാം. He played an important role in defeating the European alliance. യൂറോപ്യൻ അലയൻസിനെ തോൽപ്പിക്കുന്നതിനകത്ത് ഒരു പ്രധാനപ്പെട്ട റോൾ വഹിച്ചു എന്നുള്ളതാണ് നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്നിട്ട് he seized the power in France in 1799. 1799, അതായത് 1792 എന്താണ് ഫ്രാൻസ് റിപ്പബ്ലിക് ആയിട്ട് ഡിക്ലെയർ ചെയ്യുകയാണ് നാഷണൽ കൺവെൻഷൻ, അല്ലേ? അത് കഴിഞ്ഞിട്ട് 1799 ആയപ്പോഴത്തേക്കും നമ്മുടെ നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫ്രാൻസിന്റെ അധികാരം പിടിച്ചെടുക്കുകയാണ്. He captured the power of France in 1799. 1799. ഓക്കെ, അപ്പം he played an important role against the European alliance, അല്ലേ? യൂറോപ്യൻ അലയൻസിനെതിരായിട്ട് ഒരു പ്രധാനപ്പെട്ട റോൾ വഹിച്ച വ്യക്തിയായിരുന്നു ബോണപ്പാർട്ട്. ഇനി 1799 എന്ത് ചെയ്തു? ഫ്രാൻസിന്റെ അധികാരം പിടിച്ചെടുത്തു നെപ്പോളിയൻ ബോണപ്പാർട്ട്. ഇനി ബാക്കി he brought in several reforms in France. ഫ്രാൻസിൽ ഒരുപാട് റിഫോംസ്, പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നത്, അല്ലേ? യൂറോപ്യൻ കൺട്രീസ് ഫിയർഡ് ദ റിഫോംസ് ഓഫ് നെപ്പോളിയൻ. അങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങൾ ഫിയർഡ് ദ റിഫോംസ് ഓഫ് നെപ്പോളിയൻ. നെപ്പോളിയൻ കൊണ്ടുവരുന്ന പരിഷ്കാരങ്ങൾ ഫ്രാൻസിനെ ഔന്നത്യത്തിൽ എത്തുമെന്നൊരു തോന്നൽ, അങ്ങനെ ഒരു ഭയം ആരുടെ ഉണ്ടായി? യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടായി. സോ ദേ ഓർഗനൈസ്ഡ് ദംസെൽസ്. അവരെന്ത് ചെയ്യാണ്? അണിചേർന്നു, പരസ്പരം അവര് മറ്റുള്ള രാജ്യങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് ചേരുകയും he was defeated. They defeated Napoleon in the battle of Waterloo. 1815 എന്താണ്? യൂറോപ്യൻ അലയൻസ് ആരെ പരാജയപ്പെടുത്തുകയാണ്? നമ്മുടെ നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ പരാജയപ്പെടുത്തുകയാണ്. അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട പോയിന്റ്സ് ഓർത്തിരിക്കുക നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ കുറിച്ച്. എന്താണ്? he played an important role in defeating the European alliance, അല്ലയോ? യൂറോപ്യൻ അലയൻസിനെ പരാജയപ്പെടുത്തുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു നെപ്പോളിയൻ ബോണപ്പാർട്ട്. He seized the power in France in 1799, അല്ലേ? 1799 ഫ്രാൻസിലെ അധികാരം പിടിച്ചെടുക്കുന്നു, അല്ലേ? പിന്നീട് എന്താ പറഞ്ഞിരിക്കുന്നത്? He brought in several reforms in France. ഫ്രാൻസിൽ ഒരുപാട് റിഫോംസ്, പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നു, അല്ലയോ? യൂറോപ്യൻ കൺട്രീസ് ഫിയർഡ് ദ റിഫോംസ് ഓഫ് നെപ്പോളിയൻ ബോണപ്പാർട്ട്. നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ പരിഷ്കാരങ്ങൾ ആർക്ക് ഭയം ഉണ്ടാക്കിയാണ്? ആരുടെ മനസ്സിൽ എന്താണ്? ശങ്കയുണ്ടാക്കിയാണ് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ. സോ ദേ ഓർഗനൈസ്ഡ് ദംസെൽസ് അഗൈൻസ്റ്റ് നെപ്പോളിയൻ ബോണപ്പാർട്ട്. നെപ്പോളിയൻ ഫ്രാൻസിനെതിരായിട്ട് അല്ലെങ്കിൽ നെപ്പോളിയൻ ബോണപ്പാർട്ടിനെതിരായിട്ട് ഇവർ സംഘടിക്കുകയാണ്, അല്ലയോ? സോ ഹി വാസ് ഡിഫീറ്റഡ് ഇൻ ദ ബാറ്റിൽ ഓഫ് വാട്ടർലൂ in 1815 by the European alliance, അല്ലയോ? അങ്ങനെ 1815 എന്താണ്? വാട്ടർലൂവിൽ നടന്ന യുദ്ധത്തില് നെപ്പോളിയൻ ബോണപ്പാർട്ട് ആരാൽ പരാജയപ്പെടുകയാണ്? യൂറോപ്യൻ അലയൻസിനാൽ പരാജയപ്പെടുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ആരെ കുറിച്ച് ഓർത്തിരിക്കേണ്ടത്? നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ കുറിച്ച്. നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ ശരിക്കും ആർക്ക് ഭയമായിരുന്നു? യൂറോപ്യൻ അലയൻസിന് ഭയമായിരുന്നു, അല്ലയോ? അങ്ങനെ 1799 ഫ്രാൻസിന്റെ അധികാരത്തിലേക്ക് നെപ്പോളിയൻ ബോണപ്പാർട്ട് വരുന്നു. അദ്ദേഹം ഒരുപാട് റിഫോംസ്, പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നു. ആ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ്? we will discuss it later, അല്ലയോ? പിന്നീട് നമ്മൾ അത് ഡിസ്കസ് ചെയ്യും, അല്ലയോ? അത് കഴിഞ്ഞിട്ട് they feared the reforms of Napoleon Bonaparte in France. ഫ്രാൻസിൽ അദ്ദേഹത്തിന്റെ പിന്നെ പരിഷ്കാരങ്ങളെ ആരും ഭയപ്പെടുകയാണ്? യൂറോപ്യൻ അലയൻസ് ഭയപ്പെടുന്നു. സോ ദേ പ്ലാൻ ടു അറ്റാക്ക് ഹിം, അല്ലയോ? അദ്ദേഹത്തെ ആക്രമിക്കാനായിട്ട് തീരുമാനിക്കുന്നു, അല്ലയോ? He was defeated in the battle of Waterloo in 1815 by the European alliance. അങ്ങനെ യൂറോപ്യൻ അലയൻസിന്റെ അക്രമത്തിൽ ആര് പരാജയപ്പെടുകയാണ്? നെപ്പോളിയൻ ബോണപ്പാർട്ട് പരാജയപ്പെടുകയാണ്. ഓക്കെ, ലെറ്റ്സ് സീ റിഫോംസ് ഓഫ് നെപ്പോളിയൻ ബോണപ്പാർട്ട് ഇൻ ഫ്രാൻസ്. അതായത് നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫ്രാൻസിൽ നടത്തിയ റിഫോംസ്, അതായത് പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ,
farmers made the owners of land. എന്താ തീരുമാനം അല്ലേ? അതായത് ശരിക്കും ഫ്രഞ്ച് സൊസൈറ്റി എന്ന് പറഞ്ഞ് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. 3 സ്ട്രാറ്റ അല്ലേ? 3 സ്ട്രാറ്റയായിട്ട്. ആ 3 ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് എന്ന് പറയുന്നത് ക്ലർജി മാത്രം അടങ്ങുന്ന ഫസ്റ്റ് സ്റ്റേറ്റ്, സെക്കൻഡ് എന്ന് പറയുന്നത് ലോർഡ്സ് മാത്രം അടങ്ങുന്ന സെക്കൻഡ് സ്റ്റേറ്റ് അല്ലേ? ഇനി അടുത്തത് പറയുന്നത് എന്താണ്? മിഡിൽ ക്ലാസ്സിലുള്ള സാധാരണപ്പെട്ട ആൾക്കാർ, കോമൺ പീപ്പിൾ അടങ്ങുന്ന എന്താണ് തേർഡ് സ്റ്റേറ്റ്. അങ്ങനെ 3 എസ്റ്റേറ്റുകളായിട്ട് 3 സ്ട്രാറ്റയായിട്ട് ഫ്രഞ്ച് സൊസൈറ്റി ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഫാമേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ശരിക്കും ദുരിതപൂർണമായിട്ടുള്ള ജീവിതം നയിച്ചിരുന്ന ആൾക്കാരായിരുന്നു. ആദ്യം ചെയ്തത് എന്താണ്? ഫാർമേഴ്സ് were made the owners of land. അതായത് കർഷകരെ ഭൂമിയിലെ കൈവശ അവകാശമുള്ള ആൾക്കാരാക്കി മാറ്റി. കർഷകർക്ക് ഭൂമി സ്വന്തമായിട്ട് കൈവശം വെക്കാനുള്ള അവകാശം ഉണ്ടാക്കി കൊടുത്തു. എന്താ റിഫോർമേഷൻ അല്ലേ? നെക്സ്റ്റ് അടുത്തത് പറഞ്ഞിരിക്കുന്നത് ഫോണ്ട് സിംഗിങ് ഫണ്ട് ടു അവോയ്ഡ് പബ്ലിക് ഡെറ്റ്. സിംഗിങ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന്, അതായത് അതായത് ഫണ്ട് ഫോംഡ് പീരിയോഡിക്കലി ടു റീപേ ദ ഡെറ്റ്. അതായത് ഈ ഡെറ്റ് റീപേ ചെയ്യാൻ, പൊതുക്കട, രാജ്യത്തിനുണ്ടാകുന്ന പൊതുക്കടങ്ങൾ പെട്ടെന്ന് തന്നെ കൊടുത്തു തീർക്കാൻ വേണ്ടി ആഴ്ചയിൽ ഒരു പീരീഡ് അനുസരിച്ച് കൊടുത്തു തീർക്കാൻ വേണ്ടിയിട്ട് ഫോം ചെയ്തിരിക്കുന്ന എന്താണ് ഫണ്ടിനെയാണ് സിംഗിങ് ഫണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഈ കടങ്ങൾ ഇങ്ങനെ പെരുകി വലിയൊരു കടബാധ്യതയിലേക്ക് എത്തിച്ചേരുന്ന അവസ്ഥ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഓരോ പീരീഡിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുകയാണ്? ആ ഡെറ്റുകൾ, കടങ്ങൾ കൊടുത്തു തീർക്കുക. അപ്പൊ അങ്ങനെ കടങ്ങൾ കൊടുത്തു തീർക്കാൻ വേണ്ടിയിട്ട് ഒരു സിംഗിങ് ഫണ്ട് തന്നെ ഫോം ചെയ്തു. ഫ്രാൻസിൽ അങ്ങനെ ഒരു ദുരവസ്ഥ ഉണ്ടായിരുന്നു. അതായത് എന്താണ്? സാമ്പത്തികമായിട്ട് ഭയങ്കരമായിട്ടുള്ള ദുരിതത്തിലായി മാറിയിരുന്നു പൊതുകടം കൂടിയതിന്റെ ഭാഗമായിട്ട്. അപ്പൊ ആ പൊതുകടം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സിംഗിങ് ഫണ്ട് ഫോം ചെയ്തു. ഓക്കെ, അപ്പം സിംഗിങ് ഫണ്ട് ഫോം ചെയ്തു. എത്ര എത്ര പ്രതിബദ്ധതയുള്ള കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ഭരണാധികാരി അല്ലെ? അതായത് സ്വന്തം രാജ്യത്തിന് ബാധ്യതകൾ ഉണ്ടാകാൻ പാടില്ല എന്ന കരുതൽ, ജാഗ്രത, അതായിരുന്നു ഇവിടെ കാണിക്കുന്നത്. അതായത് പബ്ലിക് ഡെറ്റ് എന്ന് പറയുന്ന ഒരു വളരെ ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥയിലേക്ക് സ്വന്തം രാജ്യം എത്തിപ്പെടാൻ പാടില്ല എന്ന ലക്ഷ്യത്തോടു കൂടി സിംഗിങ് ഫണ്ട് ഫോം ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? പബ്ലിക് ഡെറ്റ് റീപേ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് നടന്നത്. ഒന്ന് ഫാർമേഴ്സിനെ ഓണേഴ്സ് ആക്കി മാറ്റി, ലാൻഡിന്റെ ഓണേഴ്സ് ആക്കി മാറ്റി. രണ്ട്, സിംഗിങ് ഫണ്ട് ഫോം ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? പൊതുക്കടം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലേ? അടുത്ത പോയിന്റ് എന്താ പറയുക? കൺസ്ട്രക്ട് സെവറൽ റോഡ്സ്. അതായത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്. ഫ്രാൻസിൽ മൊത്തത്തിൽ അങ്ങോട്ട് അടിച്ച് പൊളിപ്പിക്കുകയാണ്. ഫ്രാൻസിനെ അങ്ങ് ഡെവലപ്പ് ചെയ്യുകയാണ്. കൺസ്ട്രക്ടഡ് സെവറൽ റോഡ്സ്, അതായത് ഒരുപാട് റോഡുകൾ നിർമ്മിച്ചു അല്ലെ? പിന്നെ എക്സൈസ് സ്റ്റേറ്റ്സ് കൺട്രോൾ ഓവർ ദ ക്ലർജി. അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ്, എന്തൊരു മനുഷ്യനായിരുന്നു അയാൾ അല്ലെ? എക്സൈസ് സ്റ്റേറ്റ്സ് കൺട്രോൾ ഓവർ ദ ക്ലർജി. നേരത്തെ 3 സ്ട്രാറ്റയായിട്ട് ഫ്രഞ്ച് സൊസൈറ്റി ഡിവൈഡ് ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞിരുന്നു അല്ലെ? സർവ്വ അധികാരങ്ങളും സർവ്വ ആധിപത്യങ്ങളുമായിട്ട് വിലസിയിരുന്ന ക്ലർജികളുടെ മുകളിൽ ആർക്ക് നിയന്ത്രണം ഉണ്ടായി? സ്റ്റേറ്റിന്, രാജ്യത്തിന് നിയന്ത്രണം ഉണ്ടായി അല്ലെ? പിന്നെ എസ്റ്റാബ്ലിഷ്ഡ് ബാങ്ക് ഓഫ് ഫ്രാൻസ് ടു സെൻട്രലൈസ് ഫിനാൻസ് അല്ലയോ? അതായത് ഫിനാൻസിനെ സെൻട്രലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു അല്ലയോ? സുഗമമായ പണമിടപാടുകൾ നടക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് സ്ഥാപിച്ചു? ബാങ്ക് ഓഫ് ഫ്രാൻസ് അല്ലേ? പിന്നെ പ്രിപ്പയർഡ് എ ന്യൂ കോഡ് ഓഫ് ലോ ബൈ കോഡിഫൈങ് ദ എക്സിസ്റ്റിംഗ് ലോസ് അല്ലയോ? അതായത് നിലവിലുള്ള നിയമങ്ങളെ എല്ലാം കൂടെ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു പുതിയ നിയമ സംഹിത തന്നെ ഉണ്ടാക്കി. എന്തോ റീഫോംസ്, എന്താ പരിഷ്കാരങ്ങൾ! ഒന്നുകൂടെ നോക്കിയേ. ഫാർമേഴ്സിനെ ഓണേഴ്സ് ആക്കി മാറ്റി, സിംഗിങ് ഫണ്ട് ഫോം ചെയ്തു, റോഡുകൾ നിർമ്മിച്ചു. കൺസ്ട്രക്റ്റഡ് സെവറൽ റോഡ്സ്, റോഡുകൾ നിർമ്മിച്ചു. അടുത്തെന്ന് പറഞ്ഞാൽ പറഞ്ഞിരിക്കുന്നത് ഫിനാൻസിന്റെ അതായത് വിനിമയം അല്ലെ? ട്രാൻസാക്ഷൻ കൂടുതൽ സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ട്, ഈസി ആക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത്? ബാങ്ക് ഓഫ് ഫ്രാൻസ് രൂപീകരിച്ചു അല്ലെ? അടുത്തെന്ന് പറഞ്ഞിരിക്കുന്നതാണ് പുതിയൊരു നിയമ സംഹിത തന്നെ ഉണ്ടാക്കി. എക്സിസ്റ്റിംഗ് ലോസ് എല്ലാം കൂടെ ക്രോഡീകരിച്ച് അതിനകത്ത് ആവശ്യമായിട്ടെടുത്ത് ആവശ്യമില്ലാത്തൊക്കെ കളഞ്ഞ് കോഡിഫൈ ചെയ്തുകൊണ്ട് ഒരു പുതിയ കോഡ് ഓഫ് ലോ തന്നെ ഉണ്ടാക്കി. എന്താ റിഫോംസ് അല്ലെ? നെപ്പോളിയൻ ബോണപ്പാർട്ട് ശരിക്കും ഒരു താരം തന്നെയാണ് അല്ലെ? പെർഫെക്റ്റ് ഓക്കെ ആയിരുന്നു. പെർഫെക്റ്റ് ഓക്കെ ആയിരുന്നു നമ്മുടെ നെപ്പോളിയൻ ബോണപ്പാർട്ട്.
അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഭംഗിയായിട്ട് പഠിക്കണം. ഈ നോട്ട്സ് ഇതേപോലെ തന്നെ ക്ലാസ് ഒന്ന് റിവൈസ് ചെയ്ത് കണ്ടുകൊണ്ട് നോട്ട്സ് എഴുതിയെടുക്കുക. അതോടൊപ്പം തന്നെ ഈ 3 ടോപ്പിക്കുകൾ നിങ്ങൾ ഭംഗിയായിട്ട് പഠിച്ചു തീർക്കുക. ഏതൊക്കെയാണ്? ഫ്രഞ്ച് റെവല്യൂഷന്റെ ഇൻഫ്ലുവൻസ്, അല്ലയോ, ഇമ്പാക്ട് ഓഫ് ഫ്രഞ്ച് റെവല്യൂഷൻ, 2 നെപ്പോളിയൻ ബോണപ്പാർട്ട് ആരായിരുന്നു എന്നുള്ളത്, പിന്നെ റിഫോംസ് ഓഫ് നെപ്പോളിയൻ ബോണപ്പാർട്ട് ഇൻ ഫ്രാൻസ്. ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക. ഓക്കെ, എല്ലാം ഓക്കെ, എല്ലാം പെർഫെക്റ്റ്. ഓക്കെ, താങ്ക് യു.